തേക്കാൾ സുന്ദരമാണീ സ്വപ്നം വിളയും ഭൂമി. പ്രേമവതിയാമെൻ പ്രിയ സാമുകി താമസിക്കും. ഉം. എന്തുവാ കുഞ്ഞെ എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അത് പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യാമോ വാസ്കോച്ചേട്ടാ? പറഞ്ഞാട്ടെ. ഞാൻ എന്തോ ആയാലും എന്നോട് പറഞ്ഞാട്ടെ. അത് മാധവനെ കണ്ടിട്ട് 2-3 ദിവസമായി. കാണാറുള്ള സ്ഥലത്തൊക്കെ കാത്തു നിന്നു, പക്ഷെ കണ്ടില്ല. ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ എനിക്കെന്തോ പേടി. വീട്ടിൽ അച്ഛൻ എന്തൊക്കെയോ മനസ്സിലായ പോലെ. ദിവാകരൻ കൊച്ചാട്ടന് മനസ്സിലായിട്ടുണ്ട് കുഞ്ഞെ. കഴിഞ്ഞ ദിവസം മാധവൻ അതേക്കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു. അയ്യോ, കുഞ്ഞ് കരയും മറ്റും വേണ്ട. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എനിക്ക് മാധവനെ കണ്ടേ പറ്റത്തുള്ളൂ കൊച്ചേട്ട. ഉച്ച കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് നിൽക്കും. മാധവനോട് ഇവിടെ വരാൻ കൊച്ചേട്ടൻ പോയി പറയണം. വന്നില്ലെങ്കിൽ ഞാൻ സത്യമായിട്ടും. കുഞ്ഞ് സമാധാനപ്പെടും. ഞാൻ ഇപ്പം തന്നെ അവൻ്റെ വീട്ടിൽ പോയി വിവരം പറയാം. അവനെ കുഞ്ഞിൻ്റെ മുമ്പിൽ കൊണ്ട് തരാം. പിന്നല്ലാതെ കുഞ്ഞെ, ഞാൻ മാധവനെ വീട്ടിൽ പോയി കണ്ടു. അവൻ 3-4 ദിവസമായി സുഖമില്ലാതെ കിടപ്പില്ല. നല്ല മുട്ടം പനിയാണ്. പറഞ്ഞില്ലായിരുന്നോ ഞാനിവിടെ കാത്തു നിൽക്കുമെന്ന്? അവനെ കാണാഞ്ഞിട്ട് കുഞ്ഞു വലിയ പ്രയാസത്തിലാന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ വയ്യായിക കണ്ടപ്പോൾ കൂടുതൽ നിർബന്ധിക്കാൻ തോന്നിയില്ല. കള്ളം, എന്നോട് കള്ളം പറയുക, കള്ളം പറഞ്ഞ് പറ്റിക്കുക. ഈ വാസു അങ്ങനെ കുഞ്ഞിനെ പറ്റിക്കും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സ്നേഹത്തിൽ സന്തോഷിക്കുന്നവനല്ലയോ ഞാൻ? കൊച്ചേട്ട, മാധവ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നതാ അച്ഛൻ്റെ വാക്ക് കേട്ട്. അല്ലേലും ഒരിക്കൽ പോലെ എന്നോട് ഇഷ്ടമെന്ന് പറയാത്ത ഒരാൾക്ക് എന്റെ സങ്കടം കണ്ട എന്തോ അല്ലേ? കുഞ്ഞു വിചാരിക്കുന്നത് പോലല്ല. അവന് കുഞ്ഞിനെ കാര്യമാണ്, എനിക്കതറിയാം. എനിക്ക് വേണ്ടി ഒന്നോടൊന്ന് വാസുകൊച്ചേട്ട മാധവനെ പോയി കാണണം. എന്നിട്ട് പറയണം നാളെ എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടാക്കുവാന്ന്. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ കാവി വന്ന് നിൽക്കും. എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മാധവനോട് അവിടെ വരാൻ പറയണം. കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലയോ അവന്? വേണ്ട, എനിക്ക് കഥയൊന്നും കേൾക്കണ്ട. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാധവൻ വരും. വന്നില്ലെങ്കിൽ പിന്നെ ഈ ഞാനുണ്ടാവത്തില്ല. ഇരിക്കൂ കുഞ്ഞെ. കുഞ്ഞു വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ മുതലൊരാഗ്രഹം ഒന്ന് കാണണമെന്ന്. അതാ ഞാൻ ഇവനെ പറഞ്ഞയച്ചത്. പെങ്ങടെ മോന മോഹന് എനിക്കൊരു സഹായത്തിന് വന്ന് നിൽക്കുന്നതാ. ഇച്ചയ്ക്ക് കുടിക്കാനെന്തെങ്കിലും എടുക്കട്ടോ? ഏയ് വേണ്ട. നീ പള്ളി ആശുപത്രിയിലോട്ട് ചെല്ല്. ചുമ കൂടുതലാണെന്ന് പറഞ്ഞ തോമസ് ഡോക്ടർ മരുന്നെന്തേലും തരും. ചെല്ല്. കുഞ്ഞിവിടെ എത്ര ദിവസം കാണും? ഇനിയും കുറച്ചു ദിവസം കാണും. ഒത്തിരി നാൾ കൂടിയല്ലയോ നാട്ടിലോട്ട് വരുന്നത്? 10 വർഷം. ജീവിതത്തിൽ തിരക്ക് കൂടിയാൽ എങ്ങനെ? പിന്നെ ആരേലും പറയുമ്പോഴറിയുന്നത് വർഷം ഇത്ര കഴിഞ്ഞല്ലോ എന്ന്. കൊച്ചാട്ടിന് എന്താ സുഖമെന്നാ ഡോക്ടർ പറഞ്ഞേ? പലതും പറയുന്നുണ്ട് കുഞ്ഞെ. ഈ ചുമ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ചികിത്സിക്കുമ്പോൾ കുറയും, പിന്നെയും കൂടും. ഇപ്പം പിന്നെ അങ്ങനെ കുറയാറില്ല. അതൊരാശ്വാസമാണ്.
കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പറഞ്ഞു തിരുവനന്തപുരത്തോട്ട് പോകണമെന്ന്, ക്യാൻസറിൻ്റെ ആശുപത്രിയിൽ. വേറെ പണിയില്ലേ? കൂടെ വന്ന് മെനക്കെടാൻ എനിക്കാരാണ്ടിരിക്കുന്നു. ആകെ ഉള്ളത് ആ പോയ മോഹനം ചെറുക്കന. മെക്കാട് പണി എന്നെ ശുശ്രൂഷിക്കലും ഒക്കെ കൂടി ആ കൊച്ചൻ ഇപ്പം തന്നെ ഒരു പരുവമായി. ഞാനൊന്ന് പോയി കൊച്ചേട്ടനെ നോക്കുന്ന ഡോക്ടറെ കണ്ട് വിവരം തിരക്കാം. പിന്നെ എവിടെയാ വേണ്ടതെന്ന് വെച്ചാൽ പോവാം. ആ, ഒന്നും വേണ്ട കുഞ്ഞെ. ഈ ആയുസ് ഇങ്ങനെ വലിച്ചു നീട്ടിയിട്ട് എന്തോത്തിനാ? ആർക്കു വേണ്ടിയാ? ആരുമില്ലല്ലോ. അപ്പം പിന്നെ ഇതിങ്ങനെ അങ്ങ് പോട്ടെ. കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, കണ്ടു. സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല. അത് ചോദിക്കാൻ എൻ്റെ നാവ് പൊങ്ങത്തില്ല. കുഞ്ഞിൻ്റെ മനസ്സെനിക്ക് കാണാം. ഈ ലോകത്ത് ഏറ്റവും വലുത് സ്നേഹമാണ് കുഞ്ഞെ. സ്നേഹം, അത് മാത്രമാണ് സത്യം. ദേവി വന്നിട്ട് പോകാമെന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് ലേറ്റാവും. സാരമില്ല, താൻ വിട്ടോ, ഞാൻ പറഞ്ഞോളാം. ഓഫീസിൽ നിന്നൊരു അർജൻറ്റ് കോൾ വന്നിട്ട് താൻ പോയെന്ന്. കണ്ടു പറയാതെ ഞാൻ പോകുന്നതുകൊണ്ട് ഷി ഷുഡ് നോട്ട് ഫീൽ ബാഡ്. നോ, ഷി വോണ്ട്. വിശ്വം, എൻ്റെ കൂടെ വരാതെ താൻ ഇന്നുകൂടെ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഒരു ലാസ്റ്റ് മിനിറ്റ് ഫേസ് ടു ഫേസിനാണെന്ന് എനിക്കറിയാം. ഡോണ്ട് ക്രിയേറ്റ് എ സീൻ. നോ, നെവർ. സ്നേഹിക്കാൻ കഴിയാത്തവർ പരസ്പരം ഹേർട്ട് ചെയ്യാതെ പിരിയണം. ഇന്ന് എനിക്കുള്ളത് മുഴുവൻ ഒറ്റയ്ക്കുണ്ടാക്കിയെടുത്തവനാണ് ഞാൻ. വെറുതെ ഒരു പെണ്ണിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എന്നെ കിട്ടില്ല. ഐ വിൽ സർവൈവ് ദിസ്. വിശ്വം, ഇപ്പം താനിതൊരു ഈഗോ ടെസ്റ്റിലായിട്ടാണ് എടുക്കുന്നത്. ഇറ്റ്സ് എ റോങ് തിങ് ടു ഡു. യെസ്, എനിക്ക് ഈഗോയാണ്, വാശിയാണ്. വേദനിക്കുമ്പോൾ പക തോന്നുന്ന ഒരു സാധാരണക്കാരൻ്റെ മനസ്സ്. അതിലും വലിയ വലിപ്പമൊന്നും എനിക്കില്ല. ലൈക്ക് ഹെൽ, ഐ വിൽ ഗെറ്റ് ഓവർ ദിസ്. ഓക്കെ, ഡു ആസ് യു പ്ലീസ്. ഞാൻ നാളെ തിരിച്ചു പോവും. അമ്മയോട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. അതിനായി ഇനിയും ഞാൻ കാത്തു നിൽക്കണോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. സാവകാശം. സോ മൈ പാർട്ട് ഈസ് ഓവർ. ഇവിടെ കൊണ്ടാക്കി ആർക്കും സംശയം തോന്നാതിരിക്കാൻ 3 ദിവസം താമസിച്ചു. ഇനി തിരിച്ചു പോവാം. എത്ര ശ്രമിച്ചിട്ടും ഈ ഇൻജസ്റ്റിസ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഞാൻ ദേവിയുടെ സങ്കല്പത്തിലുള്ള ഭർത്താവായിരിക്കില്ല. നമ്മുടെ ടേസ്റ്റും ഇൻട്രസ്റ്റും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. എൻ്റെ ബിസിനസ് തിരക്കുകൾ കാരണം ഞാൻ ദേവിയോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈമും മിനിമം ആയിരിക്കും. ഇതൊക്കെ അഡ്മിറ്റ് ചെയ്താൽ പോലും ഞാൻ ദേവിയെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ തമ്മിൽ അകലുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടി ദേവിയുടെ ഓരോ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ഞാൻ പെരുമാറിയിട്ടില്ലേ? വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സെർവൻസ്, ഒറ്റയ്ക്കിരുന്ന് മുഷിയുമ്പോൾ പുറത്തു പോകാൻ കാർ, ഇഷ്ടപ്പെട്ട മ്യൂസിക് സീഡിയോ പുസ്തകമോ റിലീസ് ചെയ്താൽ ഉടനെ അത് വീട്ടിലെത്തിക്കാനുള്ള അറേഞ്ച്മെന്റ്സ്. ഐ ഹാവ് ടേക്കൻ കെയർ ഓഫ് യു ലൈക്ക് എനിത്തിങ്. എന്തിന്? നമുക്കൊരു കുഞ്ഞില്ലാതെ പോയതിൻ്റെ വിഷമം പോലും ഞാൻ ദേവി അറിയിച്ചിട്ടില്ലല്ലോ. പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നോട് കാട്ടിയ സ്നേഹത്തിൻ്റെയോ പരിഗണനയുടെയോ ഒരു ചെറിയ അംശം പോലും തിരിച്ചു തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെൻ്റെ തെറ്റ്. വേണ്ട, അങ്ങനെ എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് എന്നെ രക്ഷിക്കണ്ട. അത്ര വലിയ സാക്രിഫൈസ് ഒന്നും ഞാൻ അർഹിക്കുന്നില്ല. സമ്മതിക്കുന്നു, എന്നോടൊപ്പമുള്ള ജീവിതം ദേവിക്ക് മടുത്തു എന്ന് തോന്നി തുടങ്ങിയപ്പോൾ, എന്നോട് അകൽച്ച കാണിച്ചു തുടങ്ങിയപ്പോൾ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സില്ലിയായി. എനിക്കറിയാം, മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാതെയാണ് ദേവി എന്നോടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. പലപ്പോഴും എന്നോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ പണ്ടത്തെ ഏതോ പ്രേമത്തെപ്പറ്റി. ഇന്നലെ ജോർജിനോടും അതേപ്പറ്റി പറഞ്ഞു എന്നറിഞ്ഞു. അന്നും ഇന്നും ഞാൻ അതിന് അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല.
ശരിക്കുള്ള ഡീറ്റെയിൽസ് കൂടി ചോദിച്ചിട്ടില്ല. ഒരു അഡോളസെന്റ് റസ്റ്റിക് റൊമാൻസിന് എത്ര കണ്ട് ഡീപ്പാകാം എന്നതിനെക്കുറിച്ച് എനിക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. ദേവിയുടെ ഇപ്പോഴത്തെ ഫ്രസ്ട്രേഷനിൽ അതിനെ വെറുതെ ഐഡിയലൈസ് ചെയ്യുന്നു, അത്ര തന്നെ. ഞാനിതൊക്കെ പറയുന്നത് നമ്മൾ തമ്മിൽ പിരിയരുതെന്ന് പ്ലീഡ് ചെയ്യാനല്ല. പക്ഷെ എനിക്കറിയണം, ഒരിക്കലെങ്കിലും ദേവി എന്നോട് പറയണം സ്നേഹത്തിന് ദേവി കൊടുക്കുന്ന അർത്ഥം എന്താണെന്ന്. സ്നേഹത്തെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ പിഴച്ചതെവിടെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാനാണ് ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നത്. എനിക്ക് മാത്രം അറിയാവുന്ന ഉത്തരം. ഞാൻ കാവ്യ വന്ന് നിൽക്കും. എന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മാധവനോട് അവിടെ വരാൻ പറയണം. കുഞ്ഞെ, ഞാൻ പറഞ്ഞില്ലയോ അവന്. വേണ്ട, എനിക്ക് കഥയൊന്നും കേൾക്കണ്ട. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ മാധവൻ വരും. വന്നില്ലെങ്കിൽ പിന്നെ ഈ ഞാൻ ഉണ്ടാവത്തില്ല. എനിക്കറിയായിരുന്നു വരുമെന്ന്. ഞാൻ പറഞ്ഞാൽ വരാതിരിക്കാൻ ഒക്കത്തില്ല. അച്ഛൻ എന്തേലും പറഞ്ഞെന്ന് വെച്ച് എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്താവോ? എന്തുവാ വാസുകൊച്ചേട്ടനോട് പറഞ്ഞത്? പനിയാന്ന്. കള്ളൻ. എന്നെ നാളെ കാലത്ത് തിരുവനന്തപുരത്ത് കൊണ്ടാക്കുക. ഇനി 4-5 മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. ദേവി, വഴക്കുണ്ടാക്കാതെ വാശി പിടിക്കാതെ പോണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എന്നെപ്പറ്റി മനസ്സിലുള്ള വിചാരങ്ങളൊക്കെ മറന്നേക്ക്. അതൊന്നും ശരിയാവത്തില്ല. ഇങ്ങനെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കാനാന്നോ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഈ കാവ്യ വെച്ച് ഇപ്പൊ എന്നോട് സത്യം ചെയ്ത് പറഞ്ഞ് എന്നെ ഇഷ്ടമല്ലെന്ന് എന്റെ കൈ തൊട്ട് സത്യം ചെയ്ത് പറ. അയ്യോ എന്റെ ദൈവമേ, ശരിക്കും പനിയുണ്ടല്ലോ, പൊള്ളുന്നു. എന്തുവാ ഈ കാണിച്ചേ? ഈ പനിയും വെച്ചോണ്ട് നിന്ന് മഴ കൊള്ളുവന്നോ? ഇത്രയ്ക്ക് അസുഖമാണെങ്കിൽ പിന്നെ എന്തിനാ വന്നേ? ഇഷ്ടം കൊണ്ട്. നീ പറഞ്ഞ എനിക്ക് വരാതിരിക്കാനാവത്തില്ല. മതി, ഈ ഒരു വാക്ക് മതി. ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കാൻ ഈ ഒരു വാക്ക് മതി എനിക്ക്. പക്ഷേ ദേവി, ഞാൻ അരുത്, ഇനിയൊന്നും പറയരുത്. ഞാൻ പോട്ടെ. വേണ്ടേ, ഈ മാങ്ങാക്കറി ബാഗിൽ വെക്കാൻ മറന്നു. ഓ വേണ്ടമ്മേ, ഇനി ഒന്നേന്നെല്ലാം അഴിച്ചെടുക്കാൻ വയ്യ. വേണ്ടെങ്കി വേണ്ട, നിനക്ക് അവിടെ ചെന്ന് മനസ്സിൽ പിടിച്ച് വല്ലതും കഴിക്കണമെങ്കിൽ മതി. അതൊന്നും സാരമില്ല. ഈ അച്ഛൻ എന്തേ? ആ കാലത്ത് വെളിയിലോട്ട് ഇറങ്ങിയതാ. കാപ്പി കുടിക്കാൻ പോലും ആളെ കണ്ടില്ല. ഇനിയിപ്പോ കാറും പിടിച്ചോണ്ടിഞ്ഞു വരും. 10:30 ചെങ്ങന്നൂന്ന് ട്രെയിൻ. ഇതെവിടെ പോയി കിടക്കുന്നോ എന്തോ. ദേ അച്ഛനിങ്ങി വന്നമ്മേ. കാറ് പിടിച്ചോണ്ട് വന്നോച്ചാ? ഇല്ല, അയ്യോ, നേരെ ഇപ്പൊ തന്നെ വൈകിയച്ചാ. മക്കളൊന്ന് പോണ്ട. അല്ലേ, ഇതെന്തുവാ ഇത്? ഇത്രയും നാളും കൊച്ചിനായിരുന്നു വിഷമം. പോവാൻ അത് സമ്മതിച്ചപ്പോ അച്ഛന് തുടങ്ങി സോക്കേട്. നീയൊന്നും മിണ്ടാതിരിക്കും ദേവകി. എല്ലാം പാക്ക് ചെയ്ത് വെച്ചു വെച്ചാ. ഇനി അങ്ങ് പോയേക്കാം. ഇന്നിവിടെ നിന്നാല് നാളെ എന്നെ കൊണ്ടാക്കുവേ. ഇന്നിനി വേണ്ട മോളെ, നീ വന്നേ. മനുഷ്യൻ പാടുപെട്ട് രാവിലെ എല്ലാം കെട്ടിപ്പൊതിഞ്ഞെടുത്തപ്പോ പോവണ്ടാന്ന്. നല്ല അച്ഛനും മോള്.
ഇതെന്തു പറ്റിയോ എന്തോ, ഓരോ നേരത്ത് ഓരോ സ്വഭാവമാണ്. സ്നേഹത്തിന് മരണമെന്നൊരർത്ഥമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അന്നാണ്. അതറിഞ്ഞിട്ടും ജീവിച്ചത് തെറ്റ്. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വിശ്വേട്ടൻ്റെ ഭാര്യയായത് തെറ്റ്. ഇപ്പോ പിരിയാമെന്ന് പറഞ്ഞ് മുറിപ്പെടുത്തുന്നതും തെറ്റ്. ക്ഷമിക്കണം.
പോകാൻ കാറ് വന്നിട്ടുണ്ട്. വരട്ടെ. ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. ദേവി അറിഞ്ഞോ? ഞാൻ വെളിയിലിറങ്ങി മഴ നനഞ്ഞു. മഴയത്ത് നടന്ന് കാവിൽ പോയി. കാവിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി മഴ ഒരു മെസ്സഞ്ചറാണെന്ന്. എ മെസ്സഞ്ചർ ഫ്രം ദി അതർ വേൾഡ്. ഇപ്പോൾ എനിക്കൊന്നറിയാം ദേവി. സ്നേഹം കണക്കുകളൊന്നും ഓർമ്മ വയ്ക്കാറില്ല. അത് എല്ലാം വിട്ടുകൊടുക്കുന്നു. ദേവിക്ക് വേണ്ടി മരിക്കാൻ മാധവനായെങ്കിൽ ദേവിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് കഴിയണം. ദേവിയുടെ സങ്കടങ്ങൾ, ഓർമ്മകൾ, ഒറ്റപ്പെടൽ, എല്ലാറ്റിനും ഒപ്പം ഞാനും ഉണ്ടാവും. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒരു പേര് വിട്ട് വിളിക്കേണ്ടാത്ത സ്നേഹത്തോടെ. ഞാൻ പോയിട്ട് വരട്ടെ. ഒന്നും അവസാനിക്കുന്നില്ല ദേവി. കാവിലെ ആയില്യ പൂജയ്ക്ക് തലേന്ന് തന്നെ ഞാൻ വരും. ജാനകി, നീ പറഞ്ഞത് ശരിയാ. വല്ലാത്ത ശക്തിയുണ്ട് ഇവിടുത്തെ കാവിന്. കൊച്ചേട്ടന് അനുഭവം ഉണ്ടായോ? ഉണ്ടായി.